ഒരു ഭരണകൂടം അഴിമതിയിൽ പുരണ്ട് നിൽക്കുമ്പോൾ അല്ലെ കൊള്ളക്കാരായിരിക്കുമ്പോൾ അവർ ഏത് ജാതിയായാലും ഏത് മതമായാലും അവർക്കെതിരെ ശക്തമായ ജനവികാരം ഉണ്ടാകുമ്പോൾ എല്ലാ ജാതിയിൽപ്പെട്ട എല്ലാ മതത്തിൽപ്പെട്ട ആളുകൾ ഒറ്റക്കെട്ടായി ആ ഭരണകൂടത്തെ അട്ടിമറിക്കാനും ഓട്ടിക്കാനും ശ്രമിക്കില്ലേ? കേരളത്തിൽ അത്തരൊരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. രണ്ട് സംഗതിയാണ്. കേരളത്തിൽ ഓൾട്ടർനേറ്റീവ് ഇല്ലാണ്ട് വന്നിരിക്കട്ടെ. ഉദാഹരണത്തിന് ഇപ്പോഴത്തെ ഭരണം, ഈ ഭരണം മെച്ചമാണെന്ന് ആരും പറയില്ല. പിണറായി വിജയന്റെ ഭരണത്തെ സംബന്ധിച്ച് ഒരക്ഷരം പോലും നമുക്ക് നല്ലത് പറയാനില്ല, സംശയമൊന്നുമില്ല. അഴിമതിയിൽ മുങ്ങിക്കുടിക്കുന്ന ഭരണമാണ്, കെടുകാര്യസ്ഥതയുടെ ഭരണമാണ്. പക്ഷെ അങ്ങനെയൊക്കെയാണ് ഒരു മറുവശം ഉള്ളതെന്നെങ്കിൽ ആരാണ് മറുവശത്ത് വരിക? കോൺഗ്രസ് വരുന്നിരിക്കട്ടെ. ലോകകണ്ടിലെ ഏറ്റവും വലിയ അഴിമതിക്കാരാണ് കോൺഗ്രസ്സുകാര്. അഴിമതി എന്ന് പറഞ്ഞാൽ ബിജെപിയുടെ കാര്യമാണ് പറഞ്ഞത്. അത് ഞാൻ പറയുന്നത് കേരളത്തിന്റെ ഇടതുപക്ഷം വലതുപക്ഷം അതെ, ഈ എല്ലാ സ്റ്റേറ്റിലും പുതിയ പാർട്ടികൾ വന്നിട്ട് അതിനെയൊക്കെ മറികടന്നിട്ട് ബിജെപിക്ക് ഇന്ത്യയിലെ എല്ലാ മേഖലകളിലും കടന്നു കയറാൻ പറ്റിയിട്ടുണ്ട്. പക്ഷേ എല്ലാ തരത്തിലുള്ള സാഹചര്യം ഉണ്ടായുള്ള ഒരു സ്റ്റേറ്റാണ് കേരളം. കേരളത്തിൽ സാഹചര്യം ഉണ്ടാകുമ്പോഴും കേരളത്തിന്റെ സവിശേഷത, കേരളത്തിൽ ജാതിക്കും മതത്തിനും വലിയ സ്വാധീനമാണ്. ജാതിക്കും മതത്തിനും അപ്പുറത്തെയുള്ള ജനങ്ങളാണ് ഇവിടെ ഉള്ളത്. ഇല്ല, ഇപ്പൊ ഞാൻ ഉദാഹരണം പറഞ്ഞാൽ കേരളത്തിൽ മതം നോക്കാതെ കണ്ട് ജാതി നോക്കാതെ കണ്ട് എവിടെയെങ്കിലും സ്ഥാനാർത്ഥി നിർത്താൻ പറ്റുമോ? ഞാൻ ചോദിക്കുന്ന അല്ല, എവിടെയെങ്കിലും ഒന്ന് പറയാമോ? ഇപ്പൊ ഞാൻ ചെറിയ ഉദാഹരണം പറഞ്ഞാല് ഗുരുവായൂർ 48% ഹിന്ദു ആണെന്ന് പറഞ്ഞു, 30% മുസ്ലിം ഉള്ളൂ. സ്ഥാനാർത്ഥി ആരാ?